കോഴിക്കോട് NIT ഒരുക്കിയ രാഗം ഫെസ്റ്റിൽ ശ്രദ്ധേയമായി ഷെരീഫ് നിലമ്പൂരിന്റെ ടെറാക്കോട്ട മ്യൂറലുകൾ. ആടുജീവിതം സിനിമയുടെ കഥാസന്ദർഭങ്ങളാണ് കളിമണ്ണിൽ ചുടുമൺ ചിത്രങ്ങളാക്കി ഷഫീർ നിലമ്പൂർ അവതരിപ്പിച്ചിരിക്കുന്നത്. അനന്തമായ മരുഭൂമിയും ആടുകളെ മേച്ച് ജീവിതം മുരുകിത്തീരുന്ന നജീബും ആടുജീവിതം സിനിമയുടെ കഥാസന്ദർഭങ്ങളെ തന്റെ ക്യാൻവാസിലേക്ക് പകർത്തുമ്പോൾ ഷെരീഫ് നിലമ്പൂർ എന്ന കലാകാരന്റെ മനസ്സിൽ ഒറ്റ കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ: ജീവനുള്ള ചിത്രങ്ങളാകണം. ആ ചിത്രങ്ങളെ കാഴ്ചക്കാർക്ക് അനുഭവിക്കാനും പറ്റണം. സമൃദ്ധമായ പുഴയിൽ കഴുത്തറ്റം മുങ്ങി മണൽ വാരിയിരുന്ന നജീബിന്റെ ഒരിറ്റ് ജലം പോലുമില്ലാത്ത മരുഭൂമിയിലേക്കുള്ള പറിച്ചു നടലും ഓർമ്മകളും അതേ തീവ്രതയിൽ അനുഭവിപ്പിക്കുന്നുണ്ട് ഈ ചിത്രങ്ങൾ. എന്നെ സംബന്ധിച്ച് ഞാനിപ്പോൾ കഴിഞ്ഞ 25 വർഷം ചെയ്യുന്നതൊക്കെയും തന്നെ അധികവും ഒരു 90% കൊമേഴ്സ്യൽ വർക്കുകളാണ്. അപ്പോൾ എൻ്റേതായിട്ടുള്ളൊരു സൃഷ്ടി സ്വന്തം വാസസ്ഥലത്തും സ്വന്തം ചുമരിലും കൂടി വെക്കുക എന്നുള്ളൊരു ആവശ്യത്തിലാണ് ഞാൻ ഈ ഒരു ആടുജീവിതത്തിൻ്റെ ഒരു നിർമ്മാണത്തിലേക്ക് വരുന്നത്. ഞാൻ എൻ്റെ മണ്ണ് എന്ന മീഡിയയിലൂടെ അത് എൻ്റെതായ ഭാഷയിൽ അത് ഇതിൻ്റെ പ്രേക്ഷകരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിച്ചു. അത് എൻ്റെ അനുഭവങ്ങളും ചേർത്ത് അങ്ങനെ ഒരു 20 പീസായിട്ടാണ് അത് ചെയ്തിട്ടുള്ളത്. ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നും എത്തിച്ച കളിമണ്ണ് കൊണ്ടാണ് ചിത്രങ്ങൾ നിർമ്മിക്കുന്നത്. ലോഹധാതുക്കൾ അടങ്ങിയ മണ്ണാണ് നിറപ്പകർച്ചയ്ക്ക് ഉപയോഗിക്കുന്നത്. കല്ലില്ലാത്ത മണ്ണ് ശേഖരിച്ച ശേഷം ഷീറ്റാക്കി മാറ്റി അതിൽ ചിത്രങ്ങൾ വരച്ചു ചേർക്കും. മണ്ണ് വെച്ച് പിടിപ്പിച്ച് രൂപങ്ങൾ ഉണ്ടാക്കും. ശേഷം ചൂളയിൽ ചുട്ടെടുക്കും. കുറഞ്ഞത് ഒരാഴ്ചയെങ്കിലും വേണം ഒരു ചിത്രം ഉണ്ടാക്കിയെടുക്കാൻ. മ്യൂറലുകൾക്ക് പുറമെ ടെറോക്കോട്ട പോർട്രേറ്റ് നിർമ്മാണത്തിലും വ്യക്തിമുദ്ര പതിപ്പിച്ച ഈ കലാകാരന്റെ വിരലുകൾക്ക് വഴങ്ങാത്ത രൂപങ്ങളില്ല. ന്യൂസ് മലയാളം, കോഴിക്കോട്.